നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുന്നതിനുള്ള ഗ്യാരണ്ടിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PMEGP പദ്ധതിയുടെ സംരംഭക യൂണിറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച സർക്കാർ നയം തിരുത്തണമെന്ന് കേരള സ്മോൾ എന്റർപ്രൈനേഴ്സ് കൌൺസിൽ. വേതന പരിഷ്കരണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ വ്യാപകമായി പ്രക്ഷോഭത്തിലാണ് LIC ജീവനക്കാർ. ലോക് ബന്ധു രാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി പുരസ്കാരം സമ്മാനിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുന്നതിനുള്ള ഗ്യാരണ്ടിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് ബീച്ചിൽ 7ാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. വെറുപ്പും വിദ്വേഷവും പടർത്താനുള്ള ശ്രമം രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്നുവെന്നും ജനാധിപത്യത്തിന്റെ മേൽ രാജവാഴ്ചയുടെ ചെങ്കോൽ പതിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെ പോരാടാൻ എഴുത്തുകാരുടെയും ചിന്തകരുടെയും കൂട്ടായ്മകൾക്ക് കഴിയുമെന്നും അത്തരത്തിലൊന്നാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യുവജന പങ്കാളിത്തം. വിജ്ഞാന സമൂഹമായ നവകേരളത്തിൻ്റെ നിർമ്മിതിയിൽ സൃഷ്ടിന്മുഖമായ പങ്കുവഹിക്കുന്നവരാണ് യുവജനത. ഇവരുടെ മതനിരപേക്ഷവും പുരോഗമനപരവും ജനകീയവുമായ നിലപാടുകളും ഇടപെടലുകളുമാണ് ഇന്ത്യയുടെ മറ്റു പല മേഖലകളിൽ നിന്നും വ്യത്യസ്തവും വികസനോന്മുഖവുമായി കേരളത്തെ മാറ്റുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. MT വാസുദേവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് ഫെസിലിറ്റേറ്റർ രവി DC, കവി K സച്ചിദാനന്ദൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, മേയർ ബീന ഫിലിപ്പ്, തുർക്കി അംബാസഡർ ഫുറാദ് സുനേൽ, സ്വീഡൻ എംബസിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ കാമിൽ, സിനിമാ താരം ഷീല, മല്ലിക സാരാഭായ്, KR മീര, മണിശങ്കർ അയ്യർ, M മുകുന്ദൻ, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സംഘാടക സമിതി ചെയർമാൻ A പ്രദീപ് കുമാർ, AK അബ്ദുൽ ഹക്കീം തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PMEGP പദ്ധതിയുടെ സംരംഭക യൂണിറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച സർക്കാർ നയം തിരുത്തണമെന്ന് കേരള സ്മോൾ എന്റർപ്രൈനേഴ്സ് കൌൺസിൽ. നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനുവരി 16-ന് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 17 ശേഷം ഇതൊരു പ്രൈവറ്റ് ഏജൻസി കൊടുത്തു. ജെൻസിസ് എന്ന് പറയുന്ന ഒരു ബോംബെ ആസ്ഥാനമായുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അവർക്ക് കൊടുത്തു. അവരാണ് പിന്നീട് ഇത് വന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, 16, 17, 18 വർഷം വരെ ഉള്ളത് മാത്രം അവർ നടത്തി. അതിനുശേഷം ഉള്ളത് അവർ ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല. അപ്പൊ ഇപ്പൊ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പല ആളുകളും ലോൺ എടുത്തിരിക്കുന്നത് ആധാരം വെച്ചിട്ടാണ്, അല്ലാതെയുള്ള ആളുകൾ ഉണ്ട് അതല്ലാതെ. പക്ഷെ ഇവർക്ക് മറ്റൊരു ലോൺ എടുക്കാനോ അതുപോലെ മറ്റൊന്നിന് കാർഷിക വായ്പ എടുക്കാനോ വിദ്യാഭ്യാസ വായ്പ എടുക്കാനോ പോലും കഴിയുന്നില്ല. 2016 വരെ ഏജൻസികളായ KVIC, KVIB, DIC എന്നിവർക്കായിരുന്നു യൂണിറ്റുകളുടെ പരിശോധനാ ചുമതല.
എന്നാൽ 2016 മുതൽ യൂണിറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല സർക്കാർ ഏജൻസികളിൽ നിന്നും എടുത്തുമാറ്റി ജെൻസിസ് എന്ന സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചു. പിന്നീട് കരാറെടുത്ത ഏജൻസി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട സബ്സിഡി തുക സംരംഭകന്റെ വായ്പാ തുകയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കേരള സ്മാൾ എന്റർപ്രണേഴ്സ് കൗൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഈ കാരണത്താൽ തങ്ങളുടെ അല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് സംരംഭകർ. ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ പതിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട സംരംഭകരെ കടക്കണിയിൽ തള്ളിയ നടപടിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇതിന്റെ ഭാഗമായി ജനുവരി 16-ന് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികളായ അസീസാവേലം, ലോഹിതാക്ഷൻ കോവൂർ, അബ്ദുൾ മുനീർ KT തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേതന പരിഷ്കരണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ വ്യാപകമായി പ്രക്ഷോഭത്തിലാണ് LIC ജീവനക്കാരും ഓഫീസർമാരും. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് LICയിൽ ഇറങ്ങിപ്പോക്ക് സമരം നടത്തി. 1 മണിക്കൂർ ഓഫീസുകളിൽ നിന്നും ഇറങ്ങിയ ജീവനക്കാർ LIC പരിസരത്ത് മുദ്രാവാക്യം വിളിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ, ഫെഡറേഷൻ ഓഫ് LIC, ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷൻസ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഷുറൻസ് ഫീൽഡ് വർക്കേഴ്സ് ഓഫ് ഇന്ത്യ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു ദേശവ്യാപക സമരം. കാലഹരണപ്പെട്ട വേതന കരാർ പുതുക്കാൻ ചർച്ച ഉടൻ ആരംഭിക്കുക, ഒഴിവുള്ള എല്ലാ തസ്തികകളിലും നിയമനം നടത്തുക, മാനേജ്മെന്റ് തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. പണിമുടക്കിയ ജീവനക്കാർ ജില്ലയിലെ എല്ലാ LIC ഓഫീസുകൾക്ക് മുന്നിലും പ്രകടനവും ധർണയും നടത്തി. കോഴിക്കോട് ബാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിന് മുൻപിൽ P. രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. PP കൃഷ്ണൻ, അനീഷ്, IK ബിജു എന്നിവരും സംസാരിച്ചു. 2022 ഓഗസ്റ്റ് 1-ന് നമ്മുടെ സേവന വേതന കരാറിന്റെ കാലാവധി കഴിഞ്ഞതാണ്. അതേ സമയത്ത് നമ്മുടെ സംഘടനകളെല്ലാവരും വളരെയേറെ ചർച്ചകൾക്ക് ശേഷം, പഠനത്തിന് ശേഷം മാനേജ്മെന്റിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിക്കുന്ന വേളയിൽ മാനേജ്മെന്റ് നമുക്ക് തന്ന ഉറപ്പ് എത്രയും പെട്ടെന്ന് അതിനോട് പ്രതികരിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചയ്ക്ക് വിളിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം ഏറ്റവും നല്ല ഉചിതമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ മാനേജ്മെന്റ് എടുക്കുമെന്നാണ് നമ്മൾ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് സമർപ്പിക്കുന്ന വേളയിൽ മാനേജ്മെന്റ് നമ്മളോട് ഉറപ്പ് തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നീണ്ട 17 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു തവണ പോലും സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള മര്യാദ പോലും മാനേജ്മെന്റ് കാണിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന്റെ സിനിമാ ചരിത്രം തുടങ്ങിയ 1906-ലെ മുതലക്കുളത്ത് ടിക്കറ്റ് വെച്ച് നടത്തിയ സിനിമാ പ്രദർശനം കോക്കോ ചലച്ചിത്രമേളയിലെ ഓപ്പൺ ഫോറം ഓർത്തെടുത്തു. കോഴിക്കോടിന്റെ ചരിത്രം മലയാള സിനിമയിൽ എന്ന ഓപ്പൺ ഫോറത്തിൽ അനിൽകുമാർ തിരുവോത്താണ് ഇത് പരാമർശിച്ചത്. 1906-ൽ തൃശൂരിൽ നിന്നും വന്ന പോൾ വിൻസെന്റ് എന്ന വ്യക്തി ബയോസ്കോപ്പ് ഉപയോഗിച്ച് മുതലക്കുളം മൈതാനത്ത് നടത്തിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനമാണ് കോഴിക്കോട്ടെ ആദ്യ സിനിമാ കാഴ്ചയെന്നും ഇതുതന്നെയായിരുന്നു കേരളത്തിലെ ആദ്യ സിനിമാ പ്രദർശനമെന്നും അനിൽകുമാർ പറഞ്ഞു. 1906-ലാണ് കോഴിക്കോടിന്റെ സിനിമാ ചരിത്രം ആരംഭിക്കുന്നത്. തൃശ്ശൂരുകാരനായ പോൾ വിൻസെന്റ് ബയോസ്കോപ്പുമായി വന്ന് മുതലക്കുളം മൈതാനിയിൽ ഒരു കൂടാരം കെട്ടി അതിൽ ടിക്കറ്റ് വെച്ച് കോഴിക്കോട്ടുകാരെ സിനിമ കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനിമാ പ്രദർശനമാണ് പോൾ വിൻസെന്റ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ ഇവിടെ വന്നത്. അത് ബയോസ്കോപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. ബയോസ്കോപ്പ് വെച്ച് സിനിമ ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. കോഴിക്കോടിനെ ഏറ്റവും നന്നായി സ്വാംശീകരിച്ച സിനിമ അങ്ങാടിയാണെന്ന് KP സുധീര അഭിപ്രായപ്പെട്ടു. ഈ അങ്ങാടി എന്ന സിനിമ അദ്ദേഹം തിരക്കഥ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കോഴിക്കോടിന്റെ ഒരു പരിച്ഛേദമാണ്. പ്രാദേശികമായ ചരിത്രം സിനിമയ്ക്ക് അപ്രാപ്യമാണെന്നും സിനിമയ്ക്ക് ഒരു ദേശത്തിന്റെ പരിധിയില്ലെന്നും A. രത്നാകരൻ ചൂണ്ടിക്കാട്ടി. സിനിമ പ്രാദേശികമല്ല, ചരിത്രവും പ്രാദേശികമല്ല. ചരിത്രം അത് വലിയ വിപുലമായ രീതിയിലുള്ളതാണ്. കണ്ടമ്പച്ചക്കോട്ട്, ഉണ്ണിയാർച്ച മുതൽ കോഴിക്കോട്ടുകാരുടെ പ്രധാന കയ്യൊപ്പ് പതിഞ്ഞ സിനിമകളെക്കുറിച്ച് ജാനമ്മ കുഞ്ഞുണ്ണി സംസാരിച്ചു. ഉണ്ണിയാർച്ചയിൽ കണ്ട ഉണ്ണിയാർച്ച,
പുത്തൂരം വീട്ടിലെ അരോണൽ ചേവയുടെ സഹോദരി ഉണ്ണിയാർച്ച അവർക്കുണ്ടായിട്ടുള്ള ഒരു ബിംബകൽപ്പനയുണ്ട്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ തന്നെ പ്രതിഫലനം ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ കോഴിക്കോടിന്റെ സംഭാവനകളായ പ്രസിദ്ധ ചലച്ചിത്രകാരന്മാർക്കൊപ്പം 1-2 സിനിമയിൽ മുദ്ര പതിപ്പിച്ച ഡോക്ടർ ബാലകൃഷ്ണൻ, കെ പത്മനാഭൻ നായർ, പള്ളിക്കര VP മുഹമ്മദ്, SR രവീന്ദ്രൻ, മുഷ്താഖ് തുടങ്ങിയവരെയും MN കാരശ്ശേരി തിരക്കഥ എഴുതിയ 14-ാം രാവ് എന്ന സിനിമയെക്കുറിച്ചും ഓപ്പൺ ഫോറം പരാമർശിച്ചു. ഭുവനേശ്വരി മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോകുന്ദു രാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി പുരസ്കാരം സമ്മാനിച്ചു. മേയർ ബീന ഫിലിപ്പ് പുരസ്കാര വിതരണം നിർവഹിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ രാജ് നാരായണൻജിയുടെ സ്മരണാർത്ഥം ലോകബന്ധു രാജ് നാരായണൻജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി പുരസ്കാരം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാനിച്ചു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. KP അനിൽകുമാർ, അൻസാരി റഫീഖ്, കാലിക്കറ്റ് ഗേൾസ് NSS യൂണിറ്റ്, IHRD NSS യൂണിറ്റ് എന്നിവർ മേയറിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി. ഗായകൻ ഋതുരാജ്, E ഗണേശൻ, സുബി അടിവാരം, ഷാഹിദ് ലത്തീഫ്, നുസൈഫ് മജീദ്, കൂട്ടുകുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരെയും ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ആസിഫ് അധ്യക്ഷനായിരുന്നു. ഷൈജു, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത, കൗൺസിലർമാരായ SK അബൂബക്കർ, K മൊയ്തീൻ കോയ, നിയാസ് വൈദിരകം, പൂവച്ചൽ സുധീർ, M ഇക്ബാൽ ഖാൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അസൈക്കിന്റെ കളിക്കളത്തിന്റെ ഒരു കൈത്താങ്ങ് പദ്ധതിക്ക് ജനുവരി 13-ന് തുടക്കമാകും. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് അസൈക് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ക്ലബ്ബുകളെ സെലക്ട് ചെയ്ത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, എന്നാൽ യാതൊരുവിധ സഹായവും ലഭിക്കാത്ത, അതേസമയം അവർക്ക് സ്ഥിരമായിട്ട് ട്രെയിനിങ് നടക്കുന്ന പ്രതിഭകളെ വാർത്തെടുക്കുന്ന അത്തരം ക്ലബ്ബുകളെ അവർക്ക് ആവശ്യമായ ഇപ്പം നിലവിൽ കോമ്പറ്റീഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് കുറച്ച് ക്ലബ്ബുകൾക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ഏകദേശം 15 ക്ലബ്ബുകളെ തിരഞ്ഞെടുത്തു. ആ 15 ക്ലബ്ബുകൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം 13-ാം തീയതി നടക്കുകയാണ്. അതിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MP MK രാഘവൻ അവറുകളാണ്. താഴെത്തട്ടിൽ കായിക പരിശീലനം നടത്തുന്ന സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും സ്പോർട്സ് അക്കാദമികളിലെ കുട്ടികൾക്കും ആധുനികവും മികച്ചതുമായ കായിക ഉപകരണങ്ങൾ നൽകുകയാണ് പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം. ഇതനുസരിച്ച് 15 സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തതായും അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ഫുട്ബോൾ, വോളിബോൾ എന്നീ ഇനങ്ങളാണ് സഹായമായി നൽകുകയെന്നും അസൈക്ക് സാരഥികൾ പറഞ്ഞു. സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് വളരാനാവുന്നില്ലെന്നും അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് കളിക്കളത്തിനൊരു കൈത്താങ്ങെന്ന പേരിൽ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തതെന്നും ഭാരവാഹികളായ നിഷ മേരി ജോൺ, A ഫൈസൽ, സിറിൽ ഇമാനുവൽ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജലശ്രീ ക്ലബ്ബ് അധ്യാപകർക്കുള്ള ജില്ലാതല സെമിനാർ ചെറുട്ടി റോഡ് ഗാന്ധിഗൃഹത്തിൽ നടന്നു. ക്ലബ്ബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. ശുദ്ധജല സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത്. ജൽജീവൻ മിഷൻ പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ജലശ്രീ ക്ലബ്ബുകളുടെ ഭാരവാഹികളായുള്ള അധ്യാപകർക്ക് ക്ലബ്ബ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള സെമിനാറും ജലശ്രീ ക്ലബ്ബ് അംഗങ്ങൾക്കായുള്ള ജില്ലാതല പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. ജലനിധിയും ജൽജീവൻ മിഷൻ നിർവഹണ സഹായ ഏജൻസിയായ കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും
നിർവഹണ സഹായ ഏജൻസി കോഴിക്കോട് ജില്ലാ പ്ലാറ്റ്ഫോമും സംയുക്തമായാണ് ശുദ്ധജല വിതരണ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. അനുഭവങ്ങളിലൂടെയാണ് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ? ടീച്ചേഴ്സിന് അറിയാം, പണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള പണി ടീച്ചിങ് ആണെന്നാ ഞാനെന്ന് കരുതുക. കാരണം ഒരിക്കൽ പഠിച്ചാൽ മതി, അന്നത്തെ കാര്യത്തിൽ ഒരിക്കൽ പഠിച്ചാൽ മതി. കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഒരിക്കൽ പഠിച്ച സാധനങ്ങൾ അത് തന്നെ. പക്ഷെ ഇന്നത്തെ സിലബസിൽ മാറ്റാണ്. കുട്ടികളെ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ടുവന്ന് അതിലൂടെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട്, കാരണം തെറ്റിനെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വരുന്നത്. ചെറുട്ടി റോഡ് ഗാന്ധി ഗ്രഹത്തിൽ നടന്ന പരിപാടിയിൽ KRWSA HR ഡയറക്ടർ പ്രേംലാൽ മാധവൻ അധ്യക്ഷനായിരുന്നു. KSWS അസിസ്റ്റന്റ് ഡയറക്ടർ മോഹനൻ കോട്ടൂർ, നിർവഹണ സഹായ ഏജൻസി സംസ്ഥാന കമ്മിറ്റി വൈസ് ചെയർമാൻ റഷീദ് പറമ്പൽ, കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ, കൗൺസിലർ അൽഫോൺസ മാത്യു, ഫാദർ ജോസ് പ്രകാശ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫെസ്റ്റ് ജനുവരി 13-നും 14-നും കുറ്റിച്ചിറയിൽ നടക്കും. കോഴിക്കോട് സാഹിത്യ പൈതൃക കവാടം എന്ന ശീർഷകത്തിൽ നടക്കുന്ന ഫെസ്റ്റിൽ എക്സിബിഷൻ, സെമിനാർ, കോലായ, ഒപ്പന, കളരിപ്പയറ്റ്, കോൽക്കളി എന്നിവ വിവിധ വേദികളിലായി അരങ്ങേറും. ഞങ്ങൾ ശേഖരിച്ച ഈ പൈതൃക രേഖകളിലെ സാഹിത്യാത്മകത ഒന്നുകൂടി പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ വെച്ചിട്ട് 13-14 തീയതികളിൽ ഒരു സാഹിത്യ പൈതൃക കവാടം. ഇതിന്റെ മുഖ്യ ഉദ്ദേശം കോഴിക്കോട്, പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്നത് പഴയകാല കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നഗരത്തിന്റെ ഈ ഹൃദയഭാഗത്തുണ്ടായിരുന്ന പഴയകാല എഴുത്തുകാരുടെ എഴുത്തുകളുടെ കോപ്പികൾ എക്സിബിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് ആ പഴയ രീതിയിൽ പ്രസന്റ് ചെയ്യുക. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന കവിതാരചന മാലകൾ എന്ന പേരിൽ അവർ വിളിച്ചിരുന്നത്. ആ മാലകളുടെ കാവ്യാത്മകത അവതരിപ്പിച്ച് ആളുകൾ കാണിച്ചു കൊടുക്കുക. ഹെറിറ്റേജ് എക്സിബിഷൻ ഉദ്ഘാടനം ജനുവരി 13-ന് രാവിലെ ഡോക്ടർ MK മുനീർ MLA നിർവഹിക്കും. വൈകിട്ട് 7 മണിക്ക് കുറ്റിച്ചിറ ഓപ്പൺ സ്റ്റേജിൽ വിവിധ പാരമ്പര്യത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, സൂഫി ഗാനങ്ങൾ എന്നിവ കോർത്തിണക്കി മാപ്പിള ശീലുകൾ പാടിയും പറഞ്ഞും എന്ന സെഷൻ നടക്കും. തുടർന്ന് ശൈഖുന കളരി സംഘം കുറ്റിച്ചിറയുടെ കളരിപ്പയറ്റ് പ്രദർശനം അരങ്ങേറും. സമാപന സമ്മേളനം പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. യുനെസ്കോ സാഹിത്യ നഗര പദവിക്ക് വേണ്ടി നേതൃപരമായ ഇടപെടൽ നടത്തിയ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനെ ആദരിക്കുമെന്നും കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഭാരവാഹികളായ പ്രൊഫസർ KB ഉമർ ഫാറൂഖ്, മുസ്തഫ മുഹമ്മദ്, മാലിക് ഉസ്മാൻ, ഇല്യാസ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനുവരി 22 ശ്രീരാമചന്ദ്ര പ്രഭു ദിനമായി ആചരിക്കുമെന്ന് ഹനുമാൻ സേന ഭാരത്. സേനയുടെ സംസ്ഥാന നേതൃസംഗമം ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രം ഭക്തന്മാർക്ക് ദർശനത്തിന് തുറന്നുകൊടുക്കുന്ന ദിവസം ശ്രീരാമചന്ദ്ര പ്രഭു ദിനമായി ആചരിക്കുമെന്ന് ഹനുമാൻ സേന ഭാരത് സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പറഞ്ഞു. സേനയുടെ സംസ്ഥാന നേതൃസംഗമം കോഴിക്കോട്ട് ശിക്ഷക് സദനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ മതേതരത്വത്തിന്റെ പേരിൽ വാതോരാതെ അതിന്റെ തലതൊട്ടക്കുമാറായിട്ടുള്ള രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഇവിടെ മതമയമായി മാറ്റിയിരിക്കുകയാണ് കേരളത്തിൽ. മതമില്ലാത്ത ഒരു സംഭവം കേരളത്തിലില്ല. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ മത മേലാളന്മാരുടെ അവരെ കാണുമ്പോൾ മുട്ടിൻകാലിൽ വിറയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ കാൽ നിൽക്കുന്ന സമീപനമാണ് രണ്ട് മുന്നണികൾക്കും ഇവിടെയുള്ളത്. P. സുരേന്ദ്രൻ ചേളാരി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. യുണൈറ്റഡ് ഇന്ത്യ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ P. റിലേഷ് ബാബു, സേന സംസ്ഥാന സെക്രട്ടറി മണി EK വടകര, ശാരീരിക പ്രമുഖ് രാജൻ കുരുക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ആഷിഖ് വിശ്വനാഥൻ, റാണി C. CK വേലായുധൻ, K. രമ,
ബാബു, ശ്യാമള നടുവട്ടം, ശ്രീകല, സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാമി ചിദാനന്ദപുരിയുടെ വാർഷിക ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 മുതൽ 18 വരെ മുതലക്കുളം മൈതാനിയിൽ നടക്കും. ദിവസവും വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയാണ് പ്രഭാഷണം നടത്തുകയെന്ന് അദ്വൈതാശ്രമം സാരഥികൾ പറഞ്ഞു. ആദ്യത്തെ 1 മണിക്കൂർ സ്വാമിജി അതാത് ശ്ലോകങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണം നടക്കും. പിന്നെ 1 മണിക്കൂർ സദസ്സിലുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ആ സംശയങ്ങൾക്ക് സ്വാമിജി മറുപടി പറയും. ഈ രീതിയിലാണ് വർഷങ്ങളായി നടക്കുന്നത്. അതിലിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ സംശയം ചോദിക്കുക, സംശയ നിവാരണം എന്നുള്ളത് വളരെ മുഖ്യമാണ്. ആർക്കും അത് ഈ എടുത്ത ക്ലാസ്സിനനുസരിച്ചുള്ള അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ മാത്രമൊന്നുമല്ല, നമ്മൾ പൊതുവായിട്ട് സനാതന ധർമ്മമായിട്ട് ബന്ധപ്പെടുകയാണ്. നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന ഏത് സംശയങ്ങളും നമുക്കതിൽ ഉന്നയിക്കാം. സ്വാമിജി കൊളത്തൂർ അദ്വൈതാശ്രമം സംഘടിപ്പിക്കുന്ന സ്വാമി ചിദാനന്ദപുരിയുടെ വാർഷിക ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 മുതൽ 18 വരെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കും. ദിവസവും വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായത്തെ അധികരിച്ചുള്ള പ്രഭാഷണവും 7 മണി മുതൽ 8 മണി വരെ പൊതുവിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംശയം ഉന്നയിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്വൈതാശ്രമം സാരഥികളായ രജീന്ദ്രനാഥ് MK, രവിശങ്കർ K തുടങ്ങിയവർ പറഞ്ഞു. പ്രഭാഷണ പരമ്പരയോടനുബന്ധിച്ച് വിവിധ പുസ്തക പ്രസാധകരുടെ പുസ്തക പ്രദർശനവും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി പ്രദേശത്തെ കലാ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ, ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ നാനോ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അംഗങ്ങളുടെ കലാപരിപാടികൾ പ്രദേശത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ പ്രതിഫലനമായിരുന്നു. കലാപരിപാടികളുടെ ഇടവേളകളിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്ന പരിപാടി ആസ്വാദകർക്കും ഏറെ ആവേശമായി. കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ഗിരിജ ടീച്ചർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് VV സഞ്ജീവ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത്, ട്രഷറർ ദിനേശൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് പൂളക്കൽ എന്നിവർ നേതൃത്വം നൽകി. ബാസ്കറ്റ്ബോൾ ലവേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന 7ാമത് കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 14 വരെ മാനാഞ്ചിറ ഫ്ലഡ്ലിറ്റ് കോർട്ടിൽ നടക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. വിജയികളാകുന്ന ടീമിന് 9,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 7,000 രൂപയും ക്യാഷ് അവാർഡും ട്രോഫികളും ഓരോ മാച്ചിലെയും മികച്ച കളിക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും. ജനുവരി 12 വെള്ളിയാഴ്ച വൈകുന്നേരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 14 നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ സമ്മാനദാനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിക്കുമെന്നും സെക്രട്ടറി ജോൺസൺ ജോസഫ്, ട്രഷറർ M പ്രവീൺ, BPH കബീർ തുടങ്ങിയവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുന്നതിനുള്ള ഗ്യാരണ്ടിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PMEGP പദ്ധതിയുടെ സംരംഭക യൂണിറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച സർക്കാർ നയം തിരുത്തണമെന്ന് കേരള സ്മോൾ എന്റർപ്രണേഴ്സ് കൌൺസിൽ. വേതന പരിഷ്കരണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ വ്യാപകമായി പ്രക്ഷോഭത്തിലാണ് LIC ജീവനക്കാർ. ലോക് ബന്ധു രാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി പുരസ്കാരം സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.